അങ്ങനെ ഇത്തവണത്തെ വേലാഘോഷം ദേ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. ഇത് സംഭവം ഒരു നാടിൻ്റെ വലിയ ആഘോഷമാണ്. വൈരങ്കോട് വലിയ തീയാട്ട് എന്ന് പറയുന്നത് ഒരുപാട് ദേശക്കാളകളെ അണിനിരത്തിക്കൊണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു വേലാഘോഷം തന്നെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ. ഒരാഴ്ചത്തെ പരിപാടികളോട് കൂടിയിട്ട് തന്നെയാണ് വേലാഘോഷം ഉണ്ടാകുന്നത്. അതിൽ ചൊവ്വാഴ്ച നമുക്ക് ചെറിയ തീയാട്ടം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച വലിയ തീയാട്ടമായിട്ടാണ് നടത്തുന്നത്. അതിൻ്റെ തലേദിവസം വ്യാഴാഴ്ച ഓരോ ദേശക്കാരും അവരുടെ കാള പ്രദർശനത്തിൻ്റെ കൂടെ തന്നെ ഒരുപാട് പരിപാടികളും ഇതേപോലത്തെ ഗ്രാൻഡ് സദ്യയും ഒക്കെ ആയിട്ട് പ്രദേശവാസികളെല്ലാവരും ഒത്തുകൂടുന്ന ഒരു അടിപൊളി പരിപാടി തന്നെയാണ് നമുക്ക് വേലാഘോഷം എന്ന് പറയുന്നത്. ഇപ്രാവശ്യത്തെ പ്രോഗ്രാം എടുത്തു പറയേണ്ടതാണ്. തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുള്ള ഡാൻസ് ടീമും അതേപോലെ കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ള മ്യൂസിക് ബാൻഡുമായിരുന്നു. അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരേപോലെ ആഘോഷിച്ച ഒരു രാത്രി തന്നെയായിരുന്നു അത്. വെറുതെ വീട്ടിലിരുന്നാൽ പോലും ചൂട് സഹിക്കാൻ വയ്യാത്ത ഇന്നത്തെ കാലത്ത് ഇത്രയും ചൂടും വെയിലും കൊണ്ടുകൊണ്ട് ആ വേലയ്ക്ക് പോകുന്നൊരു ഹരം എന്ന് പറയുന്നത് അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. രാത്രി ഏറ്റവും ഞെട്ടിച്ച് കളഞ്ഞൊരു സംഭവമാണ് ഈ ഫയർ ഡാൻസ്. ഒരു രക്ഷയില്ലാത്ത പ്രകടനമായിരുന്നു ആ ടീമിൻ്റെ. അവിടെ നിന്ന് പോന്ന് നമ്മൾ പിന്നെ കറങ്ങി നടന്ന് 3-4 ദേശക്കാളകളെയൊക്കെ കണ്ട് വളരെ ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത് കേട്ടോ. അതേപോലെ തന്നെ പിറ്റേ ദിവസം വേല കാണാൻ പോയി. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു വെയിലിൻ്റെ ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലാണ് ഓരോ ടീമും ഒന്നിനൊന്ന് മത്സരിച്ചിട്ടുള്ള പ്രകടനമായിരുന്നു. ശരിക്കും നമ്മൾ തുള്ളിപ്പോകും കേട്ടോ. അത്രയും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണത്. നമ്മളെ ഇന്നത്തെ കാലത്ത് പറയേണ്ടത് ഈ ഒരു വൈബൊക്കെ കണ്ടാൽ തന്നെ അറിയാം. അങ്ങനത്തെ കുറേ പേരെ ഞാൻ അവിടെ കണ്ടുമുട്ടുകയും ചെയ്തു കേട്ടോ. കാരണം പ്രായം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ഒരു തടസ്സങ്ങൾ കൊണ്ടും ഒരാളുടെ ആ ഒരു വൈബിനെ എടുത്തു കളയാൻ പറ്റില്ല എന്നുള്ളത് കാണിക്കുന്ന ഒരുപാട് എക്സ്പീരിയൻസസ് കണ്ടു കേട്ടോ. പൂരങ്ങളുടെ സ്വന്തം നാടായിട്ടുള്ള തൃശ്ശൂരും പാലക്കാടും ഒക്കെ അങ്ങനെ എടുത്തു പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ മലപ്പുറത്തെ ഇത്തരം ആഘോഷങ്ങളും നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നത് തന്നെയാണ്. ഇത്തരം വേലാഘോഷങ്ങളുടെയൊക്കെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞെടുത്ത് പറയേണ്ടത് ആ ടീമിൻ്റെ ഒരു എനർജി തന്നെയാണ്. എത്രയോ ദിവസങ്ങളായിട്ടുള്ള അവരുടെ ഒരു അധ്വാനമാണ് അടുത്ത വർഷത്തേക്കായിട്ടുള്ള കാത്തിരിപ്പ്.